മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക, കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം. 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 നമ്മുടെ കാസർഗോഡ് മേഖലാ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. വളരെയധികം കാസർഗോഡ് മേഖലയിൽ അതേപോലെ കേരളം എല്ലാവരും വളരെയധികം പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് നമ്മുടെ സമ്മേളനം നടക്കുന്നത്. കലാകാരന്മാർ ഇന്ന് വളരെയധികം നമ്മുടെ സുഹൃത്തുക്കൾ ഇത് ഈ കാസർഗോഡ് മേഖലയിൽ 50-60 മെമ്പർഷിപ്പുള്ള ഇന്നത്തെ ഈ നമുക്ക് വളരെയധികം പലരും ഈ മേഖലയിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിരിക്കുകയാണ്. 20 മെമ്പർഷിപ്പ് ഇന്ന് വിട്ടുപിരിഞ്ഞതായി കാണുന്നു. അതേപോലെ KGCയുടെ പ്രവർത്തകരായതുകൊണ്ട് എല്ലാ രംഗത്തും ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഏത് സമയത്തും എത്താൻ ഉള്ളതുകൊണ്ടും ഇവിടെ കാണുന്നുണ്ട്. തന്നെ പങ്കെടുത്ത് വലുതായ ഒരു സംഘടനയാണ്. ഏത് സമയത്തും എവിടെ നോക്കിയാലും നമ്മുടെ ഏത് ജില്ലയിൽ പോയാലും നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ യൂണിറ്റും ഉള്ള ഒരു സംഘടന. എന്ത് കാര്യത്തിലും സംഘടനകളെക്കാൾ പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് സർക്കാരിന്റെ ഭാഗത്തുള്ളത്. കാരണം സർക്കാർ സാമ്പത്തികം എന്ന് പറയുന്നതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. പഞ്ചായത്ത് മേഖലയിൽ ചെയ്യുന്ന ഏറ്റവും സാധാരണക്കാരായ കലാകാരാണ് ഞങ്ങൾ. നമ്മുടെ ഈ പ്രസിഡന്റ് ഇപ്പോ അവർക്ക് ഇവിടെ നാടിന്റെ വർക്കാണെന്ന ഉദ്ദേശത്തോടുകൂടി നല്ല രീതിയിൽ പഠിക്കണമെന്ന് ഉദ്ദേശിക്കുന്നു. അവർക്ക് വിദ്യ കൊടുക്കാൻ പുതിയ പരിഷ്കാരങ്ങൾ വന്നതിന് ശേഷം 2023-24 നമ്മളെ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഫേസ് നൽകിയപ്പോൾ അതിനുണ്ടായ തടസ്സങ്ങളൊക്കെ ചെറിയ സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ മിനിസ്റ്റർ പറഞ്ഞതാണ്. ഇന്നലെയും വ്യവസായ മിനിസ്റ്റർ വന്നപ്പോൾ ഞങ്ങളൊക്കെ സൂചിപ്പിച്ചത് കോൺട്രാക്ടർ കുറേ പേര് എനിക്കറിയുന്ന എൻ്റെ സുഹൃത്തുക്കളായ കുറേ പേര്. കാരണം നമ്മൾ വർക്കെടുക്കുന്നത് ഓടിയെടുത്ത് ബാങ്കിൽ നിന്ന് ഓടിയെടുത്ത് വർക്കെടുക്കുന്നവരാണ് കൂടുതൽ പേര്. കാരണം അത് ഓടിയെടുക്കാതെ വർക്കെടുക്കാൻ പറ്റും. കിട്ടാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കും. എങ്ങനെ ലാഭം ഉണ്ടാക്കുന്നത് എനിക്ക് പറയാൻ പറ്റും. 2 ലക്ഷം വർക്കിനെല്ലാം 22% ബില്ലോട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ടാക്സ് GST കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ ബില്ല് നിങ്ങൾക്ക് കൊടുക്കുന്ന ബില്ല് കിട്ടും. ബില്ല് കിട്ടാൻ കുറച്ച് ലേറ്റായി കഴിഞ്ഞാലും പെട്ടെന്ന് പണി തീർത്ത് നമ്മുടെ നാടിൻ്റെ വികസനവുമായി മുമ്പോട്ട് പോകാൻ സാധനം ഉണ്ടാകണം. ഇതാണ് നിങ്ങളുടെ അഭ്യർത്ഥിക്കുന്നത്. നമ്മുടെ നാടാണ്, നമ്മുടെ നാടിൻ്റെ വികസനമാണ്. ചെറിയ പണി വർക്കെടുക്കുന്നത്. അപ്പോൾ ഫെഡറേഷൻ രൂപം കൊടുക്കുന്നതിന് മുമ്പേ കേരള ഗവൺമെന്റ് കോൺട്രാക്ടർ അസോസിയേഷൻ എന്ന പേരാണ് ഒരു സംഘടന അറിയുന്നത്. ആ സംഘടന ചെറുകിട കലാകാരുടെ പ്രശ്നങ്ങൾ ഇടപെടുന്നില്ല, അല്ലെങ്കിൽ ചെറുകിട കലാകാരുടെ പ്രശ്നം ഇത്തിരി യാതൊരു രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് എന്നതുകൊണ്ട് അന്നത്തെ നമ്മുടെ കൃഷ്ണൻ, കോഴിക്കോടുള്ള കൃഷ്ണൻ ചെറുകിട കലാകാരുടെ പ്രശ്നത്തെ അവതരിപ്പിക്കാൻ ഒരു കമ്മിറ്റി സംഘടന വേണമെന്നുള്ളത് തീരുമാനിച്ചതിന് ഭാഗമായി 1987 ഈ സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയാണ്. തുടർന്ന് ഇങ്ങോട്ട് 35-36 വർഷക്കാലം നമ്മുടെ സംഘടന ചെറുകിട കലാകാരന്റെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് ഗവൺമെന്റിനോട് വലിയ രീതിയിൽ നമുക്ക് മുൻകൈയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്.
സംഘടന രൂപീകരിക്കുമ്പോഴുണ്ടായ സ്ഥിതി എല്ലാവർക്കും അറിയാവുന്നതാണ്. ചിലപ്പോൾ എല്ലാവർക്കും അറിയാവുന്നില്ല. അന്ന് നമ്മൾ പ്രവൃത്തി പൂർത്തീകരിച്ച് ഒരു ബില്ല് അവിടെ സബ്മിറ്റ് ചെയ്താൽ കൊല്ലത്തിലൊരു കാര്യത്തിലും പണം ഫണ്ട് വരില്ല. ആ ഫണ്ട് വരുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ മുൻഗണനക്കാരായ കോൺട്രാക്ടർമാർ ആ പണം അവർ വാങ്ങും. ഇപ്പോൾ സാധാരണക്കാരന് ആ പണം ലഭ്യമല്ല. അങ്ങനെയൊരു അവസ്ഥ കണ്ടപ്പോഴാണ് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ട്. ഇപ്പോൾ തുടർന്നുകൊണ്ട് നമ്മൾ അതിനൊക്കെ പരിഹാരങ്ങളുണ്ട്. ഒരു ബില്ല് പൂർത്തീകരിച്ചതോടെ നമ്മുടെ തന്നെ സമ്മേളനത്തിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന അബൂബക്കർ സിദ്ദിഖ് വെച്ച് നടക്കാൻ വേണ്ടി കാരണം നമുക്കാണ് കാസർഗോഡ് ജില്ലയാണ് ഇപ്പോൾ ഈ സമ്മേളനം നടത്തുന്നത്. 2002 നമ്മൾ സംസ്ഥാന സമ്മേളനം കാസർഗോഡ് വെച്ച് നടത്തിയത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ പ്രശ്നങ്ങളൊന്നും സർക്കാർ ഗൗനിക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ട് നമുക്ക് വലിയ രീതിയിൽ ഒരു പ്രകടനത്തോടു കൂടി സംസ്ഥാന സമ്മേളനം നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് സംസ്ഥാന കമ്മിറ്റി ആലോചിക്കുന്നത്. അതുകൊണ്ട് ഏറ്റെടുത്ത പണികൾ എത്രയും പെട്ടെന്ന് തീർത്ത് നമുക്ക് അതിന്റെ ബില്ലുകൾ കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ എല്ലാ കലാകാരും ശ്രദ്ധിക്കണം. ബില്ലുകളുടെ കാര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം, ഓൺലൈൻ ഉണ്ടായതുകൊണ്ട് പരസ്പരം ആരാണ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ വേണ്ടി കഴിയില്ല. പല കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ നിന്നും നമുക്ക് ടെൻഡറിൽ പങ്കെടുക്കാം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ പഞ്ചായത്തുകളുടെ ടെൻഡറുകളൊക്കെ പരിശോധിച്ചാൽ ആ ഈ ടെൻഡറുകൾ പരിശോധിച്ചാൽ നമുക്കറിയാവുന്ന 2, 3, 4 ആളുകൾ മാത്രമേ ആ ടെൻഡറിൽ പങ്കെടുക്കുന്നുള്ളൂ. 25 ടെൻഡറുണ്ടെങ്കിൽ ആ 25 ടെൻഡറിനും ആ 4, 3 ആളുകളുടെ പേരുകൾ മാത്രമേ അവിടെ കാണുന്നുള്ളൂ. എന്തുകൊണ്ട് നമുക്ക് മുൻകൂട്ടി ആരൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുകൊണ്ട് ആ എമൗണ്ട് അവർക്ക് അഡ്വാൻസ് ആയി നൽകുന്നു. അപ്പോൾ അത് സർക്കാർ ചെയ്യുന്നത് ആ അഡ്വാൻസ് ആയി നൽകിയ പണം സർക്കാർ പഞ്ചായത്തിന് ചെലവായി കണക്കാക്കുന്നു. ഒരു കലാകാരൻ ടെൻഡറെടുത്താൽ ആ പണി പൂർത്തിയാക്കിയില്ലെങ്കിലും ആ ഫണ്ട് അവിടെ ഡിപ്പോസിറ്റായി കിടക്കുന്നു. പക്ഷേ ജില്ലാ പഞ്ചായത്തിന് അല്ലെങ്കിൽ പഞ്ചായത്തുകൾക്ക് ഫണ്ടുകൾ നഷ്ടപ്പെടുന്നില്ല. കലാകാരൻ ഒരു ഫണ്ട് എഴുതാൽ അതിന് എഗ്രിമെന്റ് വെച്ച് അല്ലെങ്കിൽ പാർട്ടികളെടുത്ത് ബാക്കി വരുന്ന തുക സ്പീഡ് ഓവറാകുമ്പോൾ ആ മാസത്തിൽ കൊണ്ടുവന്ന ചെലവായില്ലെങ്കിൽ സ്പീഡ് ഓവറാവും. പഞ്ചായത്തിന് ആ വർഷം കിട്ടേണ്ട പദ്ധതി തുക നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ അക്കാഡമിക് ഏജൻസികൾ കൊടുത്താൽ ആ പ്രശ്നമില്ല എന്നാണ് പഞ്ചായത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് ചെറിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. കണ്ടമാനം ഇടവിട്ട് വർക്കുകളിങ്ങനെ പെൻഡിങ് വെക്കുക, തീർക്കാതിരിക്കുക. അതിന് ഒരു പരിധി വരെ നമ്മൾ കാരണക്കാരാണ്. ആ കാരണം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മുതലെടുത്ത്. അതോടൊപ്പം തന്നെ അന്നത്തെ നേതാക്കൾ അന്ന് കാസർഗോഡ് ഈ സംഘടന രൂപീകരിക്കാൻ മുൻപിലിരുന്ന കുഞ്ഞിപ്പേട്ടൻ, അതുപോലെ തന്നെ സാധാരണ നമ്മൾ വിസ്തരിച്ചു പോകുന്നില്ല അമ്പുഞ്ഞി പൊതുവാൾ, അദ്ദേഹം വളരെ നേരത്തെ നമ്മൾക്ക് ബില്ല് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഷെഡ്യൂൾ ഓഫ് റേറ്റ് പുതുക്കുന്നില്ല എന്നൊക്കെ പരാതികളായിരുന്നു. ഇന്ന് കരാർ മേഖലയിൽ നിന്നും ഈ കരാറുകാരെ നിഷ്കാസനം ചെയ്യുന്ന സമീപനമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് എന്ന് പറയുന്നത് സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഗവൺമെന്റാണ്. നമ്മൾക്ക് ഒരു വരുന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ജില്ലാ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ അക്രഡിറ്റ് ഏജൻസി എന്ന പേരിൽ ചില തട്ടിപ്പൊട്ടിക്കൊണ്ടുള്ള ചില സംഘടനകൾ ഉണ്ടാക്കിക്കൊണ്ട് ചില ബിനാമികൾ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, അവർക്ക് ടെൻഡർ കൊട്ടിയപ്പോൾ വിലോ കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നേരത്തെ തന്നെ അഡ്വാൻസ് പേയ്മെന്റ് നൽകുന്നു. അങ്ങനെ കരാറുകാരെ നിഷ്കാസനം ചെയ്തുകൊണ്ട് കോർപ്പറേറ്റുകൾക്കും ചില രാഷ്ട്രീയ മാഫിയകൾക്കും മാത്രം വർക്ക് അനുവദിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്. ശക്തമായി പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സംഘടിത ശക്തി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. കരാറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ നിഷ്ക്രിയരാണ്. ഇത്തരം കാര്യങ്ങളിൽ റിപ്പോർട്ടും വരവ് ചെലവ് കണക്കെ അവതരിപ്പിച്ചപ്പോൾ ഒരു ചർച്ച പോലും ഇവിടെ നടന്നില്ല എന്നത് ഖേദകരമാണ്. കമ്മിറ്റി അംഗങ്ങൾ ചിലപ്പോൾ കമ്മിറ്റിയിൽ പാസ്സാക്കിയ ശേഷമായിരിക്കും ഇവിടെ ഈ റിപ്പോർട്ടും ചർച്ചകൾ വന്നിട്ടുള്ളത്. അത് ചർച്ച ചെയ്യേണ്ടതായിരുന്നു. അതിൽ തന്നെ മനസ്സിലാക്കുന്നത് നമ്മുടെ നിഷ്ക്രിയത്വം എത്രമാത്രം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മൾ ഉപയോഗിക്കണമെന്നും നീ തരും ഔദാര്യം ഇല്ലെങ്കിലേ ഭൂമി മൺകുലയാവാൻ നിമിഷം മതി. കാരുണ്യപ്രേമാരെ പെയ്യാതിരുന്നാലോ സൃഷ്ടികൾക്കെന്താണ് വേറെ വഴി. കണ്ണീരുണങ്ങാത്ത
സൃഷ്ടികൾക്കിന്താണ് വേറെ വഴി. കണ്ണീരുണങ്ങാത്ത പാവങ്ങൾ ഞങ്ങൾക്ക് നീ തരും ഔദാര്യം ഇല്ലെങ്കിൽ ഈ ഭൂമി മൺകുലയാവാൻ നിമിഷം മതി. കാരുണ്യപ്രിയമാരെ പെയ്യാതിരുന്നാലോ സൃഷ്ടികൾക്കിന്താണ് വേറെ വഴി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കാസർഗോഡിന്റെ മണ്ണിൽ മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ 2024 എത്തുന്നു. കടലിനടിയിലെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ നിങ്ങളെ വിസ്മയിപ്പിച്ചിട്ടുണ്ടോ? കടലിനടിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടില്ല എങ്കിൽ ഇതാ നിങ്ങൾക്കൊരു സുവർണ അവസരം. 12,000 ചതുരശ്ര അടി തീർത്ത കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്കം, ഗ്ലാസ് അക്വേറിയം, ഡിസ്നി മാജിക് ഷോ, ബേഡ്സ് ഷോ, കടൽ കൊട്ടാരം, അമ്യൂസ്മെന്റ് പാർക്ക്, കൂടാതെ നിങ്ങളുടെ നാവിൽ രുചിയൂറുന്ന വിഭവങ്ങളുമായി 5,000 ചതുരശ്ര അടിയിൽ തീർത്ത ഫുഡ് കോർട്ട് എന്നിങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ലോകോത്തര നിലവാരമുള്ള ഈ മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയിലേക്ക് ഈ നാട്ടിലെ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കാസർഗോഡിന്റെ മണ്ണിൽ ചരിത്രം കുറിക്കാനായി ഇതാ മറ്റൊരു വർണ്ണ പ്രപഞ്ചമെത്തുന്നു. ഒക്ടോബർ 31 മുതൽ കാസർഗോഡ് വിദ്യാനഗറിൽ പ്രിൻസ് ഗാർഡൻ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്ന ആവേശവും ആനന്ദവും ഉണർത്തുന്ന മാജിക് ലാൻഡിന്റെ അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയിലേക്ക്, കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുടെ ലോകത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രജ ഈവന്റ് സംഘടിപ്പിക്കുന്ന മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ 2024 കാസർഗോഡിനെ കടലിന്റെ കാണാ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കാസർഗോഡിന്റെ മണ്ണിൽ മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ 2024 എത്തുന്നു. കടലിനടിയിലെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ നിങ്ങളെ വിസ്മയിപ്പിച്ചിട്ടുണ്ടോ? കടലിനടിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടില്ല എങ്കിൽ ഇതാ നിങ്ങൾക്കൊരു സുവർണ അവസരം. 12,000 ചതുരശ്ര അടി തീർത്ത കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്കം, ഗ്ലാസ് അക്വേറിയം, ഡിസ്നി മാജിക് ഷോ, ബേഡ്സ് ഷോ, കടൽ കൊട്ടാരം, അമ്യൂസ്മെന്റ് പാർക്ക്, കൂടാതെ നിങ്ങളുടെ നാവിൽ രുചിയൂറുന്ന വിഭവങ്ങളുമായി 5,000 ചതുരശ്ര അടിയിൽ തീർത്ത ഫുഡ് കോർട്ട് എന്നിങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ലോകോത്തര നിലവാരമുള്ള ഈ മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയിലേക്ക് ഈ നാട്ടിലെ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
കാസർഗോഡിന്റെ മണ്ണിൽ ചരിത്രം കുറിക്കാനായി ഇതാ മറ്റൊരു വർണ്ണ പ്രപഞ്ചമെത്തുന്നു. ഒക്ടോബർ 31 മുതൽ കാസർഗോഡ് വിദ്യാനഗറിൽ പ്രിൻസ് ഗാർഡൻ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്ന ആവേശവും ആനന്ദവും ഉണർത്തുന്ന മാജിക് ലാൻഡിന്റെ അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയിലേക്ക്, കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുടെ ലോകത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രജ ഈവന്റ് സംഘടിപ്പിക്കുന്ന മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ 2024 കാസർഗോഡിനെ കടലിന്റെ കാണാ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ, City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity.